പ്രിയപ്പെട്ടവരെ, എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകൻ ഒരു മുഖവുര ആവശ്യമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പഴയ തലമുറയിൽപ്പെട്ടവരും ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളും എല്ലാവരും അറിയുന്ന ഒരു സംഗീത സംവിധായകനാണ് എം ജയചന്ദ്രൻ. മലയാളത്തിൽ നിരവധി പാട്ടുകൾ, നമുക്ക് ഓർമ്മിക്കത്തക്കതായി ഒരുപാട് പാട്ടുകൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നേരത്തെയുള്ള പൂർവ്വസൂരികളുടെ ഒരു പാരമ്പര്യത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പുതിയ കാലഘട്ടത്തിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് എം ജയചന്ദ്രൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ജയചന്ദ്രനും ഞാനും തമ്മിലൊരു സംവാദം എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഞാൻ ചോദിക്കുന്നു, അദ്ദേഹം മറുപടി പറയുന്നു എന്നുള്ള രീതിയിലല്ല ഈ പരിപാടി. അപ്പം നിങ്ങളുടെ സൂക്ഷ്മമായ ശ്രദ്ധയും നിങ്ങൾക്ക് പാട്ടുകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പാട്ടുകളായാലും അല്ലെങ്കിലും പൊതുവായിട്ടുള്ള സംഗീതത്തെക്കുറിച്ചുമൊക്കെയുള്ള നിങ്ങളുടെ ധാരണകൾ അദ്ദേഹവുമായി പങ്കുവെക്കലും ഒക്കെ ഈ സമയത്താകാം എന്നാണ് ഇതിൻ്റെ ആമുഖമായി എനിക്ക് പറയുവാനുള്ളത്. അദ്ദേഹത്തിനെ ഞാൻ ഈ സംവാദത്തിലേക്ക് സംഗീത സംവാദം എന്നാണ് ഇതിന് സംഘാടകർ പേരിട്ടിട്ടുള്ളത്. അദ്ദേഹം ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി എത്തിയിട്ടുള്ളതാണ്. നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. നിങ്ങളും കൂടി ആ സമയം ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജയചന്ദ്രനോടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുന്നത് ജയചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരു തുല്യനല്ല, ഗുരു തന്നെയാണ്. ദേവരാജൻ മാസ്റ്ററെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകവും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ജയചന്ദ്രൻ്റെ ആത്മാംശവും കൂടി കലർന്ന ഒരു പുസ്തകമാണത്. നിങ്ങൾ എത്ര പേർ വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അത് DC ബുക്സിൻ്റെ ഒരു എത്രയോ പതിപ്പുകൾ കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും അത് മനോരമ ബുക്സ് ഇറക്കിയിരിക്കുകയാണ്. ദേവരാജൻ മാസ്റ്ററെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിൽ നിന്നാവാം നമുക്ക് ഈ സംവാദം ആരംഭിക്കുന്നത് എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ ഞാനും അദ്ദേഹവും സംഗീതത്തിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം അതിൻ്റെ ഒരു ജനകീയമായ ഒരു അംശത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നതുകൊണ്ട് ദേവരാജൻ മാസ്റ്ററുടെ ഒരു ഇത്രയും മുതിർന്ന ഒരു സംഗീത സംവിധായകനിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെ വിശദമായി മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിന്ന് ഞാൻ ഒരു ചോദ്യമല്ല, അദ്ദേഹത്തിനോട് ഞാനൊരു വിശദീകരണം ആവശ്യപ്പെടുകയാണ്. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട മുരളി ചേട്ടൻ എനിക്ക് ചേട്ടൻ തന്നെയാണ്. അപ്പോൾ ഇതൊരു സംവാദം എന്നൊന്നും പറയാനില്ല. ഇത് ചേട്ടനും അനിയനും തമ്മിലുള്ള സംസാരമാണ്. അത് നമ്മളെല്ലാവരും ഒന്നിച്ച് ചേർന്ന് സംഗീതത്തിന് ഉള്ളിലേക്ക് പോകാനായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ശ്രമിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചേട്ടൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളോടെല്ലാം ചോദിക്കാനുള്ളത് സുഖമാണോ എന്നാണ്. സുഖമാണോ? ശബ്ദമില്ലല്ലോ. വടകരയിൽ കയ്യടിയും കുറവാണോ? എനിക്കൊരു സംശയമാണ്. അല്ല, തീർച്ചയായിട്ടും. സുഖം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വാക്ക് വന്നതെന്ന് അറിയാമോ? സുഖം അറിയാമോ? ഇവിടെ ആരെങ്കിലും പറയാമോ? ആരെങ്കിലും ഉണ്ടോ? അതിന് ഉത്തരം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഖം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ഖം ഇംഗ്ലീഷിലുള്ള GHAM അല്ല, ഖം. മേഘത്തിൻ്റെ ഖ അല്ല. ഖം എന്ന് പറഞ്ഞാൽ ആകാശം എന്നർത്ഥം, സ്കൈ. മനസ്സിലായോ? അപ്പോൾ സുഖം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? നല്ല ആകാശം എന്നർത്ഥം. ദുഃഖം എന്ന് പറഞ്ഞാൽ ദുഷിച്ച ആകാശം എന്നർത്ഥം. ഇപ്പം നമ്മുടെ മനസ്സ് എപ്പോഴും സുഖം അതിലായിരിക്കട്ടെ, അല്ലേ? അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പരസ്പരം ആശംസിക്കാം സുഖം ഉണ്ടാവട്ടെ എന്ന്. അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത് ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ തന്നെ സുഖത്തിനെ കുറിച്ചുള്ള ഒരു പാട്ട്. സുഖം ഒരു ബിന്ദു, ദുഃഖം ഒരു ബിന്ദു,
ബിന്ദു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേരല്ല കേട്ടോ. സുഖം ഒരു പോയിന്റ്, ദുഃഖം വേറൊരു പോയിന്റ്. ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്ക് ഒരു പെൻഡുലം ആടുന്നു, അതാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഫിസിക്സ് തന്നെ നമ്മുടെ പാട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കുന്ന ആൾക്കാർ ഉണ്ടോ അവിടെ? ഫിസിക്സ് പഠിക്കുന്ന ആൾക്കാരുണ്ടോ? ഇല്ല. ഉണ്ടാവും. ഫിസിക്സ് പഠിച്ചിട്ടുള്ള ഒരുപാട് പേര് ഉണ്ടാവും. ജയചന്ദ്രൻ എഞ്ചിനീയർ ആട്ടോ. അപ്പോൾ ഫിസിക്സിൽ നമ്മളൊക്കെ പഠിക്കുന്ന, എൻ്റെ കാലത്ത് പ്രീ ഡിഗ്രിയാണ്, ഇപ്പോൾ +1 +2 ആണ്. അതിൽ പഠിക്കുന്ന സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നാണ് ഈ പെൻഡുലത്തിൻ്റെ അതിൻ്റെ ഫിസിക്സ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്ക് പെൻഡുലം ആടുന്നു എന്നുള്ളത് ശ്രീകുമാരൻ തമ്പി സാറും കൂടെ എഞ്ചിനീയർ ആയതുകൊണ്ട്, അദ്ദേഹം സിവിൽ എഞ്ചിനീയർ ആണല്ലോ, അപ്പോൾ അദ്ദേഹം ഫിസിക്സ് ഒരു പാട്ടിൽ കൊണ്ടുവരുന്നു, അത് ഫിലോസഫിയുമായി ചേർക്കുന്നു. സുഖം ഒരു ബിന്ദു, ദുഃഖം ഒരു ബിന്ദു, ബിന്ദു സുഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് ഒരു പെൻഡുലം ആയിട്ട് ജീവിതം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ആട്ടം നമുക്ക് കുറയ്ക്കാം, നമുക്ക് സുഖത്തിലേക്ക് തന്നെ നിൽക്കാം. അതിനുവേണ്ടി സംഗീതം, ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് മുരളിച്ചേട്ടാ, സംഗീതം എല്ലാവരും ലോകത്തെ സംഗീതജ്ഞരാണെങ്കിൽ നമുക്ക് അതിനിടയ്ക്കൊരു കാര്യം പറയപ്പെട്ടെ, ശ്രീകുമാരൻ തമ്പി സാറിനെ കൊണ്ട് പറഞ്ഞുകൊണ്ട് പറയാണ്, തമ്പി സാറിൻ്റെ ആത്മകഥയുടെ പേര് ജീവിതം ഒരു പെൻഡുലം എന്നാണ്. അപ്പം വയലാർ അവാർഡ് കിട്ടിയില്ലേ, അതിൻ്റെ പേര് ജീവിതം ഒരു പെൻഡുലം എന്നാണ്. അപ്പോൾ അവിടെയും അദ്ദേഹം അത് അപ്ലൈ ചെയ്യാണ്, പെൻഡുലമാണെന്ന്. ഓക്കെ, പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. അത് സംഗീതത്തിലൂടെ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരും ലോകത്ത് സംഗീതജ്ഞരാണെങ്കിൽ ഇവിടെ യുദ്ധങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കണേ. കാരണം സംഗീതം എന്ന് പറയുന്നത് ആ രീതിയിലാണ്, നമ്മുടെ ഒരു പേഴ്സോണയെ ആ രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സംഗീതത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും സംഗീതം കേൾക്കാനായിട്ട് സമയമുണ്ടാക്കണം എന്നൊരു റിക്വസ്റ്റ് കൂടി ഈ സമയത്ത് ഞാൻ എവിടെ പോയാലും ഞാനിത് പറയാറുണ്ട്. ആ സംഗീതം എന്ന് പറയുന്നത് സുഖം, ഞാനിപ്പോൾ പറഞ്ഞ ഖം സുഖം അത് നമുക്ക് തരും. ഒരു 5 മിനിറ്റ് ആണെങ്കിലും മറ്റെല്ലാം മറന്ന്, കമ്പോസ് ചെയ്യുമ്പോഴും അങ്ങനെയാണല്ലോ മുരളിച്ചേട്ടാ, സ്വയം മറക്കുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്, നമ്മൾ ആരാണ്, എൻ്റെ പേരെന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല കമ്പോസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ സ്വയം മറന്ന് കമ്പോസ് ചെയ്ത് അങ്ങനെ ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിക് കമ്പോസറായിട്ട് മാറിയ എൻ്റെ ഗുരുനാഥനെ, ദേവരായ മാസ്റ്ററെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാവാൻ സാധിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഒരുപാട് 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 ഓർമ്മകളുണ്ട് അദ്ദേഹമായിട്ട്. അപ്പോൾ അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഗുരു. അപ്പോൾ ഗുരു എന്ന് പറയുന്നത് വെറും ടീച്ചറല്ല, ടീച്ചർ എന്ന് പറയുന്ന അല്ല ഗുരു എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ടീച്ചർ ഈസ് വൺ ഹു ഇൻസ്ട്രക്ട്സ്. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്ന ഒരാളാണ് ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഗുരു എന്താണ്? ഗുരു ഈസ് വൺ ഹു കൺസ്ട്രക്ട്സ്. നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ആളാണ് ഗുരു. അങ്ങനെ എന്നെ ഉണ്ടാക്കിയ ആളാണ് എൻ്റെ ഗുരുനാഥൻ ദേവരായ മാസ്റ്റർ. അതാണ് അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം. അപ്പോൾ അങ്ങനെ പല ദിവസങ്ങളിലും അദ്ദേഹത്തിനോട് ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു ചോദ്യം ഞാനിപ്പോഴും ഓർക്കുന്നു. കുട്ടികളൊക്കെ കേട്ട് കാണാൻ സാധ്യതയില്ല. സംഗമം സംഗമം ത്രിവേണി സംഗമം. ഈ പാട്ട് അതിൽ ത്രിവേണി സംഗമം എന്ന് പറയുന്നു. അതിൽ 3 പേരുണ്ട്, പക്ഷെ നായകനും നായികയും മാത്രമേ വിഷ്വലിലുള്ളൂ. അപ്പോൾ ത്രിവേണി എന്ന് പറഞ്ഞാൽ 3 പേര് ഒന്നിച്ച് കൂടുമ്പോൾ മാത്രമാണ് അതിന് ത്രിവേണി എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണ് വയലാർ അത് ത്രിവേണി സംഗമം എന്ന് എഴുതിയത്? 2 പേര് തമ്മിൽ കൂടിച്ചേരുന്നതിന് എങ്ങനെയാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ മാസ്റ്ററോട് ചോദിച്ചപ്പോൾ മാസ്റ്റർ പറഞ്ഞ ഉത്തരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് അതിൻ്റെ അടുത്ത പോർഷനിൽ പറയുന്നുണ്ട്. നീയും ഞാനും നമ്മുടെ പ്രേമവും, അതാണ് നീയും ഞാനും നമ്മുടെ ഉള്ളിലുള്ള പ്രണയവും ചേരുന്നതാണ് ആ സംഗമം. അതുകൊണ്ടാണ് ത്രിവേണി സംഗമം. നീയും ഞാനും നമ്മുടെ ദാഹവും, അവിടെ പിന്നെ അടുത്ത ചരണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ത്രിവേണി എന്ന് പറയുന്നത് ഗംഗ, യമുന, സരസ്വതി, ഇത് 3 ചേരുന്ന, ഈ 3 നദികളും ചേരുന്ന സംഗമമാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. പക്ഷെ സരസ്വതി ഇന്നില്ല, നമുക്ക് കാണാൻ പറ്റില്ല.
പക്ഷെ എവിടെയോ ഉള്ളിലൂടെ സരസ്വതി പോകുന്നുണ്ട്. അപ്പോൾ നോക്കൂ, വയലാർ സാറിൻ്റെ വലിയൊരു ഗ്രേറ്റ് ഇമാജിനേഷൻ നോക്കൂ. നീയും ഞാനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കാണാൻ പറ്റും. നമ്മുടെ ഉള്ളിലുള്ള പ്രണയത്തെ നമുക്കൊരു വ്യക്തിയായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലേ? അതുപോലെ സരസ്വതിയെ പോലെ ഉള്ളിലൂടെ ഒഴുകുന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രണയം എന്ന് പറഞ്ഞുകൊണ്ട് അത് ത്രിവേണി സംഗമമാക്കുകയാണ് വയലാർ അവിടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഗുരുനാഥൻ. അപ്പോൾ ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ, ഗു എന്ന് പറയുന്നത് അന്ധകാരം, ഡാർക്ക്നെസ്. രു എന്ന് പറഞ്ഞാൽ അത് മാറ്റിത്തരുന്നത്. ഇപ്പോൾ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ ആരാണോ മാറ്റിത്തരുന്നത് അതാണ് ഗുരു. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഗുരു ഈസ് ദ ഡിസ്പെല്ലർ ഓഫ് ദ ഡാർക്ക്നെസ് ഓഫ് ഇഗ്നറൻസ്. അതാണ് ഇഗ്നറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മയാണ്. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മുടെ മക്കളൊക്കെ മനസ്സിലാവട്ടെ, അതിനും കൂടെയാണ് ഇതൊക്കെ പറയുന്നത്. ചേട്ടാ സോറി, കുറച്ച് നീണ്ടുപോയി. ഒരു കുഴപ്പമില്ല, അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. പിന്നെ കാരണം ഇത് ഈ ദിവസം മുഴുവൻ പറഞ്ഞാൽ തീരാത്തൊരു വിഷയമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചില കാര്യങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു. ഈ വടക്കൻ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സംഗീത രംഗത്ത് വലിയ പ്രമുഖരായ ഒരുപാട് ആളുകളുണ്ടായിരുന്ന സ്ഥലമാണ്. ഒന്ന് രാഘവ മാഷ്, മറ്റൊന്ന് ബാബുരാജ്, പിന്നെ AT ഉമ്മർ, കണ്ണൂർ രാജൻ, ഇതൊക്കെ ഈ ഭാഗത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ള ആളുകളാണ്. വടകരയ്ക്കുണ്ട് ഒരു സംഗീതത്തിൻ്റെ വലിയ ആളുകൾ, വടകര കൃഷ്ണദാസ് എന്ന് പറയുന്നുണ്ട്, M കുഞ്ഞിമൂസ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ആളുകൾ വടകരയിലും ഉണ്ട്. ഗാനരചയിതാക്കളുണ്ട്. എൻ്റെ അച്ഛൻ തന്നെ ഒരു പഴയ ഗാനരചയിതാവായിരുന്നു. PT അബ്ദുറഹിമാൻ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു. ഇപ്പോൾ രാഘവ മാഷയ്ക്ക് ജയചന്ദ്രൻ തമ്മിലുള്ള ബന്ധം വളരെ അടുത്ത കാലത്ത്, അദ്ദേഹത്തിന് ഒരുപാട് പ്രായമായ സമയത്തുള്ളതാണെന്ന് എനിക്കറിയാം. രാഘവ മാഷെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു വൈകാരികമായ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ, അതും കൂടി നമുക്കിതിനെ കൂടെ ഘടിപ്പിക്കാൻ തോന്നും. ബാബുരാജിൻ്റെ പാട്ടുമായി ബന്ധപ്പെട്ടിട്ടേ പറയാനുണ്ടാവുള്ളൂ, വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുണ്ടാവില്ല. പക്ഷേ രാഘവ മാഷുമായിട്ട് വ്യക്തി എന്നുള്ള നിലക്കും ബന്ധപ്പെട്ട ഒരാൾ എന്നുള്ള നിലക്ക് അതുകൂടി ഇവിടെ അനുസ്മരിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. രാഘവ മാസ്റ്റർ മുരളിച്ചേട്ടൻ്റെ ഗുരുനാഥനാണ്, എനിക്ക് ഗുരുതുല്യനാണ്. മാസ്റ്ററുമായിട്ട് സംസാരിക്കുവാനും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് പാത്രമാവാനും ഒക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ ഭാഗ്യമായിട്ട് ഞാനിപ്പോൾ കാണുകയാണ്. എപ്പോഴാണെങ്കിലും അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെയാണ്, മിസ്റ്റർ ജയചന്ദ്രൻ എന്നാണ് അദ്ദേഹം വിളിക്കുള്ളൂ. അപ്പോൾ ഞാൻ മാസ്റ്റർ എന്നെ എടാപോട എന്നൊക്കെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം മാസ്റ്റർ എന്ന് ഞാൻ മാസ്റ്ററിനോട് പറയും. അപ്പോൾ മാസ്റ്റർ പിന്നെയും പറയും മിസ്റ്റർ ജയചന്ദ്രൻ എന്ന് പിന്നെയും പറയാറുണ്ട്. അപ്പോൾ ഫോണിൽ കൂടെ വിളിക്കുമ്പോഴും അവസാനമായിട്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോഴത്തേക്കും ഫോണിൽ വിളിച്ചിട്ട് മിസ്റ്റർ ജയചന്ദ്രൻ, എനിക്ക് കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എനിക്ക് ഡോക്ടറേറ്റ് തരാനായിട്ട് തീരുമാനിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി. അപ്പോൾ അന്നേ ദിവസം മിസ്റ്റർ ജയചന്ദ്രൻ അവിടെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മാസ്റ്റർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം വലിയ ആചാര്യനാണ്. ശരിക്കും ഇന്നിപ്പോൾ നമ്മുടെ മലയാള സിനിമാ സംഗീതത്തിനൊരു വഴിയുണ്ട്, ഒരു വഴി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടെ നമുക്കൊക്കെ നടക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ ആ വഴി ഉണ്ടാക്കിയ ആളാണ് രാഘവ മാസ്റ്റർ. അപ്പോൾ എങ്ങനെയായിരിക്കണം സിനിമാ സംഗീതം? അത് ശാസ്ത്രീയ സംഗീതത്തിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരിക്കണം? അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ലളിത ഗാനങ്ങളുണ്ടാക്കി. ലളിത ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഡെഫിനേഷനുണ്ട്, ലളിതമായിരിക്കണം. അല്ലാതെ ഒരുപാട് ഹമിങ്ങും കാര്യങ്ങളും ക്ലാസിസസും ഒക്കെ വരുന്നതല്ല. അതിനുള്ള വാക്ക് നമ്മുടെ ലളിതഗാനം എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ പോലും ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന വാക്ക് സുഗമ സംഗീത് എന്നാണ്. അതെ, എളുപ്പത്തിൽ ഗമിക്കാവുന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സുഗമ സംഗീതമാണ്. പിന്നെ ലളിതം ഭാസ്കര മാഷാണ് ആ ഒരു വാക്ക് പോലും ഉണ്ടാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഹൃദയത്തിൻ രോമാഞ്ചം സ്വരരാഗംഗയായി പടരുന്ന മണിവീണ മൂകമായി. ഈ മൂകമായി എന്നുള്ളത് അതിൻ്റെ ഈണം നമ്മൾ ശ്രദ്ധിച്ചു. മൂകമായി, ഞാനിപ്പോൾ പാടും മൂകമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ആ മൂകത്തിനെ കൊല്ലുന്ന പോലെ ആകും. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ മാനത്തെ മഴമുകിൽ, അതിലുള്ള ഓരോ അത് സ്വരങ്ങളല്ല. ഇപ്പം നമ്മൾ ഒരുപാട് നൊട്ടേഷൻസ് നമുക്ക് മ്യൂസിക്കിൽ എഴുതാൻ പറ്റും. പക്ഷേ നൊട്ടേഷൻസിനൊന്നും
യഥാർത്ഥത്തിൽ സംഗീതത്തിൻ്റെ ആത്മാവിനെ കൺവേ ചെയ്യാൻ പറ്റില്ല. ഈ മാനത്തെ അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് നമുക്ക് എടുത്തു വെക്കാം, പക്ഷെ ഒറിജിനൽ ആവില്ല ഒരിക്കലും. മാനത്തെ മഴമുകിലെ മാഷ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ജയേട്ടൻ പറയും, നമ്മുടെ പി ജയചന്ദ്രൻ പറയും, മാഷ് പാടുന്ന ഫോക്ക് സ്റ്റൈല് സുശീലമ്മക്ക് വരുന്നില്ല അത്രേ. അപ്പം മാനത്തെ എന്നാണ് ഇപ്പം പാടി വെച്ചിട്ടുള്ളത്. മാഷ് പാടിയിരുന്നത് അതല്ല അത്രേ. മാനത്തെ അല്ല, മാനത്തെ മഴമുകിൽ എന്ന് പറയുമ്പോൾ അതിന് ഇപ്പം പറഞ്ഞതുപോലെ ഒന്നുമല്ലാത്തൊരു നോട്ടിലാണ് അത് വന്ന് നിൽക്കുന്നത്, ഒരു സ്വരത്തിലാണ്. അത് നൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആർക്കും ചിലപ്പോൾ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സംഗീത സംവിധായകർ ഇപ്പോൾ ബാബുക്കയുടെ പാട്ട് നമ്മൾ എടുക്കുമ്പോൾ പാതിരായില്ല പൗർണമി കന്യയ്ക്ക് 17-18 പ്രായം. ഇപ്പം ഞാൻ പാടുന്നു, ഞാനിത് കേട്ടിട്ടാണ് ഞാൻ പാടുന്നത്. ഇങ്ങനെ അത് ജാനകിയമ്മ പാടിയത് കേട്ടിട്ട്, അല്ലെങ്കിൽ ദാസാറ് പാടിയ കേട്ടിട്ട് ഞാൻ പാടുന്നു. പക്ഷേ ബാബുക്ക പാടുമ്പോഴത്തേക്കും ഇതിന് വേറൊരു സോളാണുള്ളത്. അപ്പോൾ അത് ഞാൻ പാടുന്ന, ഇപ്പം ഞാൻ പാടിയതല്ല, അല്ലെങ്കിൽ നിങ്ങൾ പാടുന്നതല്ല, അതിൻ്റെ സോൾ എന്ന് പറയുന്നത് വേറെയാണ്. അപ്പോൾ സംഗീത സംവിധായകർ പാടുമ്പോൾ, ഇപ്പോൾ രാഘവ മാസ്റ്റർ തന്നെ മാസ്റ്ററുടെ പാട്ടുകൾ, അതാണ് ഇപ്പോൾ മുരളിച്ചേട്ടൻ പറഞ്ഞത്, അത് സത്യമാണ്. അതായത് മാസ്റ്ററുടെ സംഗീതം എന്ന് പറയുന്നത് നമുക്ക് നൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ലെജൻഡറി മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ പാട്ടുകളൊന്നും നമുക്ക് നൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. നൊട്ടേറ്റ് ചെയ്താലും അത് മെക്കാനിക്കൽ വേർഷൻ ഓഫ് ദ മ്യൂസിക്കേ ആവുള്ളൂ, അല്ലാതെ ശരിക്കുള്ള മ്യൂസിക് ആവുന്നില്ല. അതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞതിന് എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട്. ഇപ്പോൾ ജയചന്ദ്രൻ ഒരുപാട് പാട്ട് ചെയ്തിട്ടുണ്ട്. ജയേന്ദ്രൻ നേരത്തെ നല്ല ക്ലാസിക്കൽ സിംഗറായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ തന്നെ ഒരു വേദിയിൽ പാടിയിട്ടുണ്ട്. പക്ഷേ ഈ രാക്കിളിതൻ എന്നുള്ള റഫീഖ് അഹമ്മദിൻ്റെ പാട്ട് ജയേന്ദ്രനാണ് പാടിയത് അല്ലേ? അപ്പം ആ പാട്ടും അത് വേറൊരാൾ പാടിച്ചിട്ട് പാടുമ്പോൾ ഉള്ള വ്യത്യാസം നമുക്ക് ആ പാട്ടിലൂടെ അനുഭവിച്ചറിയാവുന്നതേ. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും ആ പാട്ട് വേറൊരാൾ പാടിയാൽ എങ്ങനെ ഇരിക്കും എന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് എപ്പോഴും നമ്മൾ മ്യൂസിക് ഡയറക്ടേഴ്സിനെ വഴിയിൽ സഞ്ചരിക്കാനാണ് എന്നെക്കൊണ്ടാകുമോ എന്നുള്ള കാര്യം വേറെ, പക്ഷേ ശ്രമിക്കാറ്. അതുകൊണ്ടാണ് ഈ രാഘവ മാഷിലേക്കും ദേവരാജ മാഷിലേക്കും നമ്മൾ പാട്ടുകാരിലേക്കല്ല എത്തുന്നത്, മറിച്ച് മ്യൂസിക് ഡയറക്ടേഴ്സിലേക്കായിരുന്നു. ആ പാട്ട് റഫീഖിൻ്റെ ആ പാട്ടൊന്ന് ചെറുതായിട്ട് മുളാവും. എനിക്ക് മുരളിച്ചേട്ടൻ്റെ പാട്ടിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അത് വേണ്ട ചേട്ടാ, മുരളിച്ചേട്ടൻ്റെ പാട്ടിൽ എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യമാണ്. അതായത് ഒരു സോൾ ഉണ്ടാവും, ഭാവമുണ്ടാവും. ഭാവം എന്ന് പറയുന്നത് അത് പെട്ടെന്ന് അങ്ങനെ വരുന്നതല്ല, അത് നമ്മുടെ അത് അങ്ങനെ വേണം. സംഗീതം ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഭാവം വരുള്ളൂ, അല്ല അങ്ങനെ വരുള്ളൂ. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ നിർത്തി നിർത്തി പാടു കുട്ടി എന്നാലേ ഭാവം വരൂ എന്നുള്ളതല്ല. അത് അഹംഭാവത്തിലൂടെയും ഭാവം വരില്ല, അഹംബോധത്തിലൂടെ മാത്രമേ ഭാവം വരുള്ളൂ. ആ ഭാവം എപ്പോഴും ഞാൻ മുരളിച്ചേട്ടൻ്റെ സംഗീതത്തിൽ കാണാറുണ്ട്. ഇപ്പോൾ രാക്കിളിതൻ എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് പാടണമെന്ന് ആഗ്രഹമില്ലാതിരുന്ന, കാരണം എനിക്ക് എൻ്റെ ശബ്ദത്തിൽ പാട്ട് കേൾക്കുമ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാടാൻ ശ്രമിക്കാറില്ല. പലപ്പോഴും ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറയാറുണ്ട് ജയനെ പാടിക്കൂടെ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മുങ്ങുകയും വേറെ പാട്ടുകാരെ കൊണ്ട് പാടിപ്പിച്ച ശേഷം ഡയറക്ടറെ കേൾപ്പിക്കുകയൊക്കെയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ഇതിൽ അങ്ങനെ മുങ്ങാൻ പറ്റിയില്ല, കാരണം കമൽ സാറ് പറഞ്ഞു, നിർബന്ധമായിട്ട് പറഞ്ഞത് ജയൻ തന്നെ പാടണം, വേറെ ആരെയും പാടിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ പാട്ടുണ്ടായത്. രാക്കിളിതൻ വഴിമറയും നോവിൻ പെരുമഴക്കാലം കാത്തിരിപ്പിൻ തിരിനനയും ഈറൻ പെരുമഴക്കാലം ഒരു വേനലിൻ ഹൃദയബാഷ്പം ജലതാളമാർന്ന മഴക്കാലം ഒരു തേടലായി
മഴക്കാലം. ഈ പാട്ട് അതിനെക്കുറിച്ച് ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ, ആ കഥാപാത്രത്തിൻ്റെ അത് 3 ഘട്ടങ്ങളാണ് റഫീഖ് അഹമ്മദ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. പിന്നെ ഈ അവസാനിപ്പിക്കുന്ന പാട്ടിൻ്റെ ചരണത്തിൽ വരുന്നത് ഇനിയും ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു സാധനം അതിൽ കൊടുത്തുകൊണ്ടാണ്. നിങ്ങൾ എത്ര പേര് ആ പാട്ടിൻ്റെ റഫീഖ് അഹമ്മദ് ഇവിടെ വരുന്നുണ്ട്, ഈ പരിപാടിയിൽ വരുന്നുണ്ട്. ഇപ്പം റഫീഖിൻ്റെ ആ വരികൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. ഒരു പാട്ടിനെ, ഇനി അടുത്ത ചോദ്യം അതാണ്, ഒരു പാട്ടിനെ അതിൻ്റെ സാഹിത്യത്തെ സംഗീതം ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ്. ഇന്നത്തെ നിലയിൽ സാധാരണ നിലയ്ക്ക് നമ്മൾ ട്യൂൺ ഇട്ടിട്ട് പാട്ട് എഴുതുന്ന സമ്പ്രദായമുണ്ട്. പക്ഷേ രണ്ടും കഴിയുന്ന ആളാണ്. അത് കൂടാതെ ആ പാട്ടിൻ്റെ മുഴുവൻ രൂപത്തെയും ഉണ്ടാക്കാൻ അറിയുന്ന ആളാണ് ജയചന്ദ്രൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അതിൻ്റെ ഓർക്കസ്ട്ര സൈഡ് കൂടി, സാധാരണ ഇപ്പോൾ ദേവരാജ മാഷായാലും മറ്റ് വലിയ സംഗീത സംവിധായകന്മാരൊക്കെ തന്നെ അവരുടെ പശ്ചാത്തല സംഗീതം വേറൊരു അസിസ്റ്റൻറ്റിനെ വെച്ചിട്ടാണ് ചെയ്യുക. അവരുടെ ഉള്ളിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അത് രൂപത്തിലാക്കി എടുക്കുന്നത് അവരാണ്. പക്ഷേ ജയചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓർക്കസ്ട്ര സൈഡ് കൂടി, അതിൻ്റെ പശ്ചാത്തല സംഗീതം കൂടി ചെയ്യുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സാഹിത്യവും സംഗീതവും, നേരത്തെ സംഗമത്തിൻ്റെ കാര്യം പറഞ്ഞു, എന്നാൽ പോലും അതിൽ ഈ സംഗീത സംവിധായകരെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഞാൻ പുതിയ ആളുകളെ പറ്റിയൊന്നും പറയാതിരിക്കുന്നത് എനിക്കങ്ങനെ അവരെ പറ്റി കൂടുതൽ ഈ ഒരു രീതിയിൽ പോകാനുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ അതിനൊരു വിശദീകരണം കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുക. കാരണം സാഹിത്യവും ഇപ്പം സംഗീതം അപ്പി സാഹിത്യം എന്ന് പറയുന്നത് പോലെ എങ്ങനെയാണ് സാഹിത്യവും സംഗീതവും തമ്മിൽ ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ. ONV സാറിൻ്റെ ഒരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. അത് ONV സാറും ദേവരായ മാസ്റ്ററും ഒന്നിച്ചിട്ടുള്ള അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാത്ര ഞാൻ നനച്ചുപോയി, നീ എൻ്റെ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന. അപ്പോൾ അത് ഒരുപാട് വർഷത്തിന് ശേഷം ദേവരായ മാസ്റ്ററും ONV സാറും ഒന്നിക്കുന്ന ഒരു പാട്ടായിരുന്നു. അപ്പോൾ ശരിക്കും അത്തരം പാട്ടുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതൊക്കെ പാഠപുസ്തകങ്ങളാണ്. പിന്നെ എങ്ങനെയാണ് വരികൾക്ക് സംഗീതം ചെയ്യുക എന്നുള്ളത്, അത് ദേവരായ മാസ്റ്ററുടെ ഒത്തിരി പാട്ടുകളിൽ അത് പഠന വിധേയമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ ഗുരുനാഥൻ്റെ കൂടെ ഏറ്റവും അധികം വർക്ക് ചെയ്ത ONV സാറ് തന്നെ ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനീയൻ ഋതുദേവതയായി അരികിൽ നിൽക്കുക എന്നുള്ള പാട്ട് എഴുതി തന്നപ്പോൾ എനിക്ക് വാസ്തവത്തിൽ പേടിയായിരുന്നു, ഇത് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നൊന്നും അറിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഒരു 2 ആഴ്ച ഞാൻ ഈ ലിറിക്സ് എൻ്റെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു, പേടിച്ചിട്ട് അത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡയറക്ടർ വിനോദ് മങ്കര വിളിച്ച് ചോദിച്ചു, എന്തായി ജയൻ പാട്ട് എന്തായി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ആയില്ല. അപ്പോൾ ഒന്നും ആക്കണ്ട, അത് 100 ആക്കണം, 0-ൽ നിന്ന് 100-ലേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്ത് അവസാനം അനുപല്ലവിയിൽ നിന്നാണ് അതിൻ്റെ ഒരു ഈണം എനിക്ക് കിട്ടിയത്. അപ്പോൾ 1 കോടി ജന്മത്തിൻ സ്നേഹസാഫല്യം നിൻ ഒരു മൃദു സ്പർശത്താൽ നേടുന്നു ഞാൻ എന്ന് മാസ്റ്റർ ONV സാർ പറയുന്നിടത്ത് പ്രണയത്തിൻ്റെ ഒരു ഡെഫിനേഷനുണ്ട്. ഇതുപോലെ എൻ്റെ വേറൊരു പാട്ടിൽ അദ്ദേഹം പ്രണയത്തിൻ്റെ ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്, പ്രണയം ഒരു അസുലഭ മധുരമാം നിർവൃതി എന്ന്. അപ്പോൾ 1 കോടി ജന്മത്തിൻ സ്നേഹസാഫല്യം നിൻ ഒരു മൃദുസ്പർശത്താൽ നേടുന്നു ഞാൻ എന്ന് പറയുന്ന ഇടത്തിൽ നിന്നാണ് ഞാൻ ഈണം തുടങ്ങേണ്ടതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് ആദ്യം ഈണം ചെയ്തിട്ടാണ് ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനീയൻ ഋതുദേവതയായി അരികിൽ നിൽക്കേ നീയൻ അരികിൽ നിൽക്കേ. അപ്പം ഈ 2 വിധത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരു രസകരമായ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, ഈ കണ്ണു നട്ട് കാത്തിരുന്നിട്ടും എന്നുള്ള പാട്ട് അത് എഴുതിയിട്ട് ഈണം ചെയ്തതാണ്. അപ്പോൾ ലോഹിതദാസ് സാറിനെ ഞാൻ ആദ്യം കാണുമ്പോഴത്തേക്കും സാർ എന്നോട് പറഞ്ഞു ചക്കരമുത്ത് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോഹിതദാസ് സാർ എന്നോട് പറഞ്ഞു, ഈ സിനിമയ്ക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന പാട്ട് ഓൾറെഡി ജയൻ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, അത് നേരത്തെ ഉപയോഗിച്ച ഒരു പാട്ട് എങ്ങനെ ഈ സിനിമയിൽ എങ്ങനെ ഉപയോഗിക്കും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല അത് തന്നെയാണ് എനിക്ക് വേണ്ടത്, അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അത് ഏത് പാട്ട്? അപ്പോൾ പറഞ്ഞു കണ്ണു നട്ട് കാത്തിരുന്നിട്ട് എന്നുള്ള പാട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാൻ ഉടനെ എനിക്കൊരു ചിന്ത വന്നു. അപ്പോൾ ഞാൻ ലോഹിതദാസ് സാറിനടുത്ത് പറഞ്ഞു, നമുക്ക് അത് ഇങ്ങനെ ആക്കിയാലോ, കണ്ണ് നട്ട് കാത്തിരുന്നു എൻ്റെ കരളിൻ്റെ കിളിമകളെ, ഇങ്ങനെ ആക്കിയാലോ. അപ്പോൾ
ലോകദാസ് പറഞ്ഞാൽ അത് ഇത് കൊള്ളാലോ, അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാമെന്നോ. അപ്പോൾ ഗിരീഷ് പുതഞ്ചേരി അദ്ദേഹം അടുത്ത ദിവസം വന്നപ്പോൾ ഞാൻ കണ്ണ് നട്ട് കാത്തിരുന്നു എന്ന് പാടിയപ്പോഴത്തേക്കും ഉടനെ ഗിരീഷേട്ടൻ പറഞ്ഞു, നീ എൻ്റെ പാട്ട് അടിച്ചു മാറ്റിയോടാ എന്ന് ചോദിച്ചു. അപ്പോൾ അതെങ്ങനെ ഞാൻ ഓൾറെഡി എഴുതിയത് എങ്ങനെ നീ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഗിരീഷേട്ടാ ഇതിന് ഇപ്പോൾ ഈ ഈണത്തിന് ഞാനിപ്പോൾ പാടി ഈണത്തിന് ചേട്ടൻ വേറൊരു ലിറിക്ക് എഴുതണം, അപ്പോൾ പുതിയ പാട്ടാവും. അപ്പോൾ ഉടനെ ഗിരീഷേട്ടൻ ഒരൊറ്റ ചിന്തയിൽ, അതാണ് അദ്ദേഹത്തിൻ്റെ ജീനിയസ്, അദ്ദേഹം പറഞ്ഞു, മറന്നുവോ പൂമകളെ എന്ന് പാടി നോക്കൂ. മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ, അങ്ങനെയാണ് ആ പാട്ടുണ്ടാവുക. അപ്പോൾ ഈ എഴുതി തരുന്നത് മ്യൂസിക് ചെയ്യുന്നതും അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിട്ട് ലിറിക്ക് എഴുതുന്നത്, ഇത് രണ്ടിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ആ സിനിമാറ്റിക് ഗ്രാമർ മനസ്സിലാക്കാനുള്ളത്. സിനിമയ്ക്ക് എന്താണോ ആവശ്യം അത് ചെയ്യാനുള്ളതാണ്. കഥാപാത്രം, അതിൻ്റെ സംഘർഷങ്ങളൊക്കെ. ഞാൻ 2 തവണ ഫിലിം ജൂറി അംഗമായിരുന്നിട്ടുണ്ട്. ആ 2 തവണയും സംഗീതത്തിനുള്ള അവാർഡ് ജയചന്ദ്രനായിരുന്നു നൽകിയിരുന്നത്. ആദ്യത്തെ തവണ അത് തരുന്ന സമയത്ത് ജയചന്ദ്രൻ ഞാൻ തമ്മിൽ നേരിട്ട് വലിയ പരിചയമൊന്നുമില്ല. അറിയാം എം ജയചന്ദ്രനെ എന്ന് എനിക്കറിയാം, വി ടി മുരളി എന്ന് ജയചന്ദ്രനും അറിയാം എന്നല്ലാതെ ഒരു ബന്ധവുമില്ല. രണ്ടാമത്തെ 10 കൊല്ലം കഴിഞ്ഞ ശേഷം ആദ്യത്തിൽ ഗിരീഷ് കാസർവള്ളിയായിരുന്നു ചെയർമാനായിരുന്നത്. അപ്പോൾ അതിൽ ഈ 2 പാട്ടുകൾ അതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ അതിനുള്ള അവാർഡ് തരുകയും ചെയ്തു. കൂടാതെ ശങ്കർ മഹാദേവന് അപ്പോൾ എൻ്റെ നേരെ പല വിമർശനങ്ങളുണ്ടായി. കാരണം ഇതുപോലുള്ളൊരു പാട്ടിന് പിന്നെ എന്താണ് കല്യാണ കച്ചേരി പാടാമെടി എന്ന് പറഞ്ഞൊരു പാട്ടിന് ആളുകളുടെ മനസ്സിൽ അവാർഡ് എന്ന് പറയുന്നത് ഒരു മെലഡി ആയിരിക്കണം, നാടകം എന്ന് പറയുന്നത് അവാർഡ് കൊടുക്കുമ്പോൾ മനസ്സിലാവാത്ത നാടകമായിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു രീതികൾ. അപ്പം ഞാനത് എന്നെ സ്റ്റേജിൽ വേദിയിൽ വെച്ച് തന്നെ ഒരു വലിയൊരു എഴുത്തുകാരൻ എന്നെ അപമാനിക്കുകയുണ്ടായി ഇത് പറഞ്ഞിട്ട്. കാരണം ആ പാട്ടിനൊക്കെ അവാർഡ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ മോശമല്ലേ. ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അതിൻ്റെ ഞാൻ ആ പാട്ട് കാണുന്ന ആ പാട്ട് എന്തുകൊണ്ട് ശങ്കർ മഹാദേവനെ കൊണ്ട് പാടിച്ചു എന്നുള്ളതാണ് ഞാൻ അതിന് കാരണമായിട്ട് എടുക്കുന്നത്. എത്രയോ മലയാളത്തിൽ വേറെ പാട്ടുകാരുണ്ട്, എം ജി ശ്രീകുമാറുണ്ട്, വേണുഗോപാലുണ്ട്, ഇങ്ങനെ പാട്ടുകാരൊക്കെ വെച്ചുകൊണ്ട് അധികമൊന്നും പാടിച്ചിട്ടില്ലാത്ത ശങ്കർ മഹാദേവനെ കൊണ്ട് ആ പാട്ട് എന്തുകൊണ്ട് പാടിച്ചു എന്നൊരു ചോദ്യമാണ് എന്നെ അത് അവാർഡ് കൊടുക്കാൻ പ്രേരിപ്പിച്ചത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? അതുപോലെ അതിനകത്ത് പശ്ചാത്തല സംഗീതം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഉപയോഗിച്ചത് സാധാരണ നിലക്ക് നമ്മൾ കേട്ടുവരുന്ന രാരവേണു ഗോപാല എന്ന് പറഞ്ഞ ബിലഹരിയല്ലേ, ബിലഹരി രാഗത്തിലുള്ള ഒരു ജതിസ്വരം, അത് ഗീതമാണെന്ന് അല്ലേ, ഒരു ഗീതത്തിന് ആണ് നേരെ ഉപയോഗിച്ചിരിക്കുകയാണ്. പക്ഷേ അതെനിക്ക് അത് ബ്ലെൻഡ് ചെയ്ത രീതി എനിക്ക് ഭയങ്കരമായി ഇഷ്ടമായി. എന്തുകൊണ്ട് വെച്ചാൽ ഒരു അടിച്ചുപൊളി പാട്ട്, മോഹൻലാലൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഒരു പാട്ട്, ആ പാട്ടിനകത്ത് എങ്ങനെയാണ് ഈ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു സാധനം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ചേർക്കുന്നത്? അതാണ് ഒരു സംഗീത സംവിധായകൻ്റെ കൗശലവും കഴിവെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെയുള്ള സൂക്ഷ്മമായ അംശങ്ങൾ വെച്ചുകൊണ്ടാണെന്ന് സാധാരണ ഒരു ഓഡിയൻസിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ. അതുപോലെ തന്നെ രണ്ടാമത്തെ പടം വരുന്നത് ടി വി ചന്ദ്രൻ്റെ ഒരു പടത്തിലായിരുന്നു. അതായത് മഞ്ചേരി പാടിയൊരു പാട്ട്, അതിലും അതുപോലെ അവാർഡ് കിട്ടും. അത് മുള്ളുള്ള മുരിക്കിന്മേൽ എന്ന് പറഞ്ഞൊരു പാട്ടിന് ഗിരീഷ് എഴുതിയത്. പിന്നെ അത് മഞ്ചേരിക്ക് കൊടുത്തത്. പിന്നീട് അവാർഡ് കിട്ടുന്നത് കാമ്പോജി എന്ന സിനിമയിലെ പാട്ടിനാണ്. അതിൽ ONV സാറാണ് എഴുതുന്നത്. അതിലെനിക്ക് എന്തുകൊണ്ടാണ് ONV സാറിനും അതിൽ അവാർഡ് കൊടുത്തു. എന്തുകൊണ്ടാണ് കൊടുത്തത്? വർഷങ്ങളായി ഒരു ഭർത്താവ് വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ഒരാളെ ഏതാ പാട്ടെന്ന് പറയാമോ ആർക്കെങ്കിലും? അവർ തമ്മിലെ വർത്താനം പറയാം. ഏതാണ് ആ പാട്ട്? കാമ്പോജിയിലെ ജയചന്ദ്രന് അവാർഡ് കിട്ടി. കൂടാതെ ആ പാട്ടിന് ചിത്രയ്ക്കും അവാർഡ് കൊടുത്തു. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾക്കെല്ലാം അറിയുന്ന പാട്ടാണ്. ഭാനുപ്രകാശ് പറയണ്ട, ഭാനു വെറുതെ പറയണ്ട. അറിയാവോ? അപ്പുറത്തിരിക്കുന്ന ജഷിതൊക്കെ വേണേൽ പറയാം, ഭാനു പറഞ്ഞു കൊടുക്കണ്ട. ആർക്കെങ്കിലും പറയാം? നടവാതിൽ തുറന്നില്ല തരീരീരര. അപ്പം എന്തുകൊണ്ടാണ് ഒരു ജഡ്ജ് എന്നുള്ള നിലക്ക്, ഒരു ജൂറി മെമ്പർ എന്നുള്ള നിലക്ക് എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്ന ഒരു കാര്യത്തിൽ
എനിക്ക് ആ പാട്ട് പാട്ടിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോവാം. പിന്നെ ആ പാട്ട് ONV സാർ എഴുതിയ, ONV സാറിനും ആ പ്രാവശ്യത്തെ അവാർഡ് ആ പാട്ടിനായിരുന്നു. അപ്പോൾ ONV സാറിന് ജൂറി മെമ്പർമാർ ഭൂരിപക്ഷം പേരും പറഞ്ഞു, സാർ എത്രയോ അവാർഡുകൾ വാങ്ങിയ ഒരാളല്ലേ, അതുകൊണ്ട് സാറിന് കൊടുക്കുന്ന പേര് നമുക്കൊരു പുതിയൊരാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അത് തെറ്റല്ല, അവർ പറഞ്ഞ തെറ്റല്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ആ സന്ദർഭത്തിനനുസരിച്ച് ചെയ്തൊരു പാട്ടെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ആ പാട്ടൊന്ന് വായിച്ചു നോക്കൂ. പിറ്റേ ദിവസം ഞങ്ങൾ ചേർന്നപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ കോപ്പി എടുത്ത് കയ്യിൽ കൊടുത്തു. ഞങ്ങൾക്ക് എല്ലാ പാട്ടിൻ്റെയും കോപ്പി തരും. അതിൽ ഒരു എന്താ പറയുക, ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒരു 4-5 പാട്ടെടുത്ത് ഞാൻ കൈ കൊടുത്തവർ. പക്ഷേ ഏകകണ്ഠമായി പറഞ്ഞു, ഈ പാട്ടാണ് ONV സാറിനാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ചെറുപ്പമോ വലിപ്പമോ യുവാവോ വൃദ്ധനോ എന്നുള്ളതൊന്നുമല്ല കലയിൽ പ്രശ്നം. അവരുണ്ടാക്കുന്ന വൈകാരികതയും അവരുണ്ടാക്കുന്ന ഒരു ചരിത്രവുമാണ്. അതിൽ എനിക്കങ്ങനെ ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. രണ്ടിലും ജയേന്ദ്രന് തന്നെയാണ് അവാർഡ് കൊടുക്കാൻ. കാരണം മറ്റൊരാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അത് ജയചന്ദ്രൻ്റെ ഒരു മഹത്വമായി ഞാൻ കാണുന്നു, എൻ്റെ മഹത്വമല്ല ജയചന്ദ്രൻ. അപ്പോൾ മറ്റൊരു കാര്യം കൂടി നമുക്ക് പോവാം. ഇതിപ്പോൾ സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഇവർക്കും മനസ്സിലാണല്ലോ VT മുരളി ഇതിലൊക്കെ ഇരുന്നിട്ടുണ്ടെന്ന്. ഈ ജൂറിയിലൊക്കെ ഈ രാജനൊന്നും മനസ്സിലായിട്ടില്ല എന്നെ പറ്റി. അപ്പോൾ ബാബുഖാനെ പറ്റിയുള്ള ഒരു പാട്ട്, ബാബുഖാൻ്റെ ഒരു വഴി വേറെ തന്നെയാണല്ലോ. നേരത്തെ പാടിയെങ്കിൽ പോലും ബാബുഖാൻ എന്ന് പറയുന്നത് നമ്മളെല്ലാ മലയാളത്തിലെ എല്ലാ ആളുകളില്ലാതായാലും പിന്നെയും നിലനിൽക്കുന്ന ഒരു പാട്ടുശാഖയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു വലിയ അനന്തമായ ഒരു പാട്ടുകാലം എന്ന് ഞാൻ എൻ്റെ ഈ പുസ്തകത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ബാബുരാജിനെ പറ്റി എന്താണ്, നിങ്ങൾ എങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നുള്ളത് ഞാൻ ചോദിക്കുന്നു. ബാബുക്ക ഈ ആത്മാവിൽ നിന്നുള്ള പാട്ട് അല്ലെങ്കിൽ ആത്മാംശമുള്ള പാട്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ പാട്ടിൻ്റെ കൂട്ടുകാരൻ എന്നാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ പാട്ടുകാരൻ എന്നൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കും പലരും കരുതും പല ആൾക്കാരും പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ക്ലീഷയായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അതാണ് ബാബുക്കെ പറ്റിയുള്ള സത്യമായിട്ടുള്ള ഡെഫിനേഷൻ. അതാണ് മഹത്വം. അത് കാരണം നമ്മൾ ഇപ്പോൾ നമുക്ക് തിയററ്റിക്കലായിട്ട് അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് മ്യൂസിക് കാണുന്നവർക്ക് വേണമെങ്കിൽ ബാബുക്ക ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ആരാധകനായിരുന്നു എന്നും അല്ലെങ്കിൽ അത് അങ്ങ് ആ ഒരു ബേസിലാണ് അദ്ദേഹം ചെയ്തതെന്നും ഓക്കെ നമുക്ക് പറയാൻ പറ്റും. പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല. ഞാൻ പല രീതിയിലും ബാബുക്കയുടെ പാട്ടുകൾ പല കവർ സോങ്സ് ആയിട്ട് ഇപ്പോൾ അവതരിപ്പിച്ച് വരുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് പലതും വളരെ നമുക്ക് കേൾക്കുമ്പോൾ നല്ല രസം തോന്നും. പക്ഷേ അവിടെ ഒറിജിനൽ ബാബുക്കയുടെ ഒരു ആത്മാവ് അവിടെ നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ബാബുക്കയ്ക്ക് അത്തരം ഫ്ലേവറുകൾ അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻസിൽ കൊടുക്കാൻ അറിഞ്ഞൂടാഞ്ഞിട്ടല്ല അദ്ദേഹം അത് ചെയ്യാത്തത്. എല്ലാത്തിനും ഒരു ക്വാണ്ടിറ്റി ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം. ഇപ്പോൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണത്. ഒരു പുസ്തകം എഴുതുമ്പോഴത്തേക്കും അതിൽ ഓരോ ചാപ്റ്ററിലും എന്ത് വേണം, ഇത്രേ പാടുള്ളൂ. അപ്പോൾ വെളിയിൽ നിന്ന് വേറൊരാൾ വന്ന് അതിൽ കുറേ വരികൾ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ അതെങ്ങനെ? അപ്പോൾ ഒരു പുഷ്പം മാത്രം എന്ന് പറയുമ്പോഴത്തേക്കും അത് കവർ സോങ് ആക്കുമ്പോഴത്തേക്കും പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ലിറിക്ക് കൂടെ മാറ്റണം, പല പുഷ്പം എന്നാക്കണം. അതാരും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ സംഗീതത്തെ അതിൻ്റെ ബ്യൂട്ടിയിൽ നമ്മൾ കാണാനും അറിയാനും, ഇപ്പോൾ തേടുന്നതാരേ ശൂന്യതയിൽ ഈറൻമിഴികളെ നിങ്ങൾ, ശരിക്ക് ഇതിനകത്ത് അതിൻ്റെ ആ വരികളുടെ ആത്മാംശമാണ് ബാബുക്ക തേടുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാനൊന്നുകൂടെ അതൊരു അടിവരയിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ബാബുക്ക എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത, നമ്മൾ ആത്മാവിനെ പാടിയ ആളാണ്. ആത്മാവിൻ്റെ പാട്ടുകാരാണ്. അതിന് ആത്മാംശമാണ്. അദ്ദേഹം ഒരു ഗായകൻ എന്നുള്ള നിലയിൽ തന്നെ പാടിയ, നേരത്തെ സൂചിപ്പിച്ചല്ലോ, അല്ല സിനിമയിൽ തന്നെ പാടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ ഈ വോയിസ് എന്ന് പറയുന്നതിനെ കൺട്രോൾ ചെയ്യൊന്നും ചെയ്യാതെ നമുക്കുള്ളൊരു ഒരു ശിക്ഷണം അതാണല്ലോ, നമ്മൾ വോയിസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത്. അതൊന്നുമില്ലാതെ വിളിച്ച് പാടുകയാണ്. മരണത്തിൻ മണിയാറ എന്ന് വേണ്ടങ്ങ് തുറന്നങ്ങോട്ട് പാടാണ്. അത് മാത്രമല്ല, നമ്മൾ പലപ്പോഴും നമ്മൾ ആരോപിക്കുകയാണ്. ഇപ്പോൾ പ്രാണസഖി എന്നുള്ള പാട്ടെടുക്കുമ്പോൾ ഇത് ബാബുക്ക സിന്ധു ഭൈരവി രാഗത്തിൽ ചെയ്തതാണ് എന്ന്. ഒരിക്കലും ബാബുക്ക സിന്ധു ഭൈരവിയെക്കുറിച്ചോ ആ രാഗത്തിനെക്കുറിച്ചോ ചിന്തിച്ചിട്ടുണ്ടാവില്ല
അല്ലെങ്കിൽ ചിന്തിച്ചിട്ടില്ല. അല്ല, അപ്പം തിരിച്ചൊരു ചോദ്യം, അങ്ങനെ രാഗം വെച്ചുകൊണ്ടാണോ ജയചന്ദ്രൻ ചെയ്യാറ്? തീർച്ചയായിട്ടും അല്ല. ചില സോങ് സിറ്റുവേഷൻസിന് ഒരു പാട്ടുകാരൻ പാടുന്നു, അല്ലെങ്കിൽ ഒരു നൃത്തരംഗം, അങ്ങനെ കീർത്തനം ആ രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്നല്ലാതെ ഒരു രാഗവും സെലക്ട് ചെയ്ത് ആദ്യമേ ഇത് ഇന്നിപ്പോൾ പാട്ട് കേട്ടി ഹൃദയത്തിന് മധുപാത്രം നമുക്ക് ശങ്കരാഭരണത്തിൽ ചെയ്യാം, അങ്ങനെയുള്ള ഒരു കാര്യം ഇല്ല. അങ്ങനെ ഇല്ല ഒരു സംഗീത സംവിധായകന്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. കർണാട്ടിക് മ്യൂസിക്കിൽ നേരത്തെ പറഞ്ഞ പോലെ രാഘവ മാസ്റ്റർ ഫോക്ക്, ബാബുരാജ് ഹിന്ദുസ്ഥാനി, പിന്നെ ദക്ഷിണാമൂർത്തി, കർണാട്ടിക് നാളിൽ നമ്മളൊരു കേവലമായി നമ്മൾ പറഞ്ഞു വെക്കുന്ന കാര്യം. അപ്പോൾ കാവാല ശ്രീകുമാർ ദൂരദർശനിലെ ഒരു ഇൻ്റർവ്യൂ ഇതുപോലൊരു പരിപാടിയിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ കരകരപ്രിയ ഏതൊരു പാട്ട് പറഞ്ഞിട്ട് അങ്ങയുടെ കരകരപ്രിയ പ്രത്യേക ചില പിന്നെ എന്താണ് പറയുക സംഗതികളൊക്കെ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അത് വളരെ സവിശേഷമായ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമി ചോദിക്കുന്നത്, ഓ അത് കരകരപ്രിയായിരുന്നു അല്ലേ? നീ പറഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത് എന്നാണ്. കാരണം പുള്ളി ദേവരായ മാസ്റ്ററുടെ ചേട്ടൻ അറിയാമായിരിക്കും, ഹിമവാഹിനി ഹൃദയഹാരിണി നിനക്കോ എൻ്റെ പ്രിയമുള്ളവൾക്കോ മാതക സൗന്ദര്യം. ഇത് പല ആൾക്കാരും ഞാൻ പറഞ്ഞു, ഇത് എന്ത് രസകരമായിട്ട് ഖരഹരപ്രിയയിൽ ചെയ്തിരിക്കുന്നു എന്ന്. ഇപ്പോൾ മാസ്റ്ററിനെ ദേവരായ മാസ്റ്ററിനെ ഞാൻ അറിഞ്ഞെടുത്തോളം അദ്ദേഹമായിട്ടുള്ള സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത്തരത്തിൽ ഖരഹരപ്രിയ രാഗത്തിൽ ഇത് ചെയ്യണം എന്നുദ്ദേശിച്ച് ചെയ്തിട്ടുള്ളതല്ല. ഒരു പാട്ടുകളും അങ്ങനെയല്ല. അപ്പോൾ അത് നമ്മൾ ആരോപിക്കുകയാണ്, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെയൊന്നും അല്ല. നമ്മൾ ആ റൂട്ടിലൂടെ പോകുന്നു മാത്രമേ ഉള്ളൂ. അതെ, ഈ സംസാരം ബോറടിക്കുന്നുണ്ടോ? ഉണ്ടോ? ആ ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം നമ്മൾ രണ്ടുപേരും ഇടുന്നു. കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു സ്വർഗവും നരകവും കാലമാം കടലിൻ അക്കരയോ ഇക്കരയോ എന്ന പാട്ട് ചാരുകേശിയാണെന്ന് ഞാൻ എത്രയോ കാലത്തിന് ശേഷമാണ് മനസ്സിലായി. സരിഗമപദനിസനിധപമകരി അതിൽ ദൂരെ നിന്നൊരു പാട്ട് ഇങ്ങനെ വരുന്ന മാതിരിയുള്ളത് ദേവരാജ മാഷ് ചെയ്തു വെച്ചപ്പോൾ നമ്മൾ വെറുതെ അതിനെ ചാരുകേശി ആക്കണ്ട, മറിച്ച് നമ്മൾ ആ പാട്ട് ആസ്വദിച്ചാൽ മതി എന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. ഏതായാലും ഇനി ഇവർക്കുള്ള അവസരം കൂടി കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. അല്ല, ചോദ്യങ്ങൾ പാട്ട് പാടുക എന്ന് പറയുന്നതല്ല, പാട്ട് പാടണം എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാട്ട് പാടുക എന്നുള്ളൊരു റിക്വസ്റ്റാണ്, മറ്റേതൊരു ചോദ്യമാണ്. പാട്ട് പാടാനുള്ള റിക്വസ്റ്റ് വേണ്ട, ചോദ്യം ചോദിച്ചാൽ മതി. ആർക്കില്ലേ? കുട്ടികൾക്കാർക്കില്ലേ? ധൈര്യമായി ചോദിക്കൂ. സാർ മൈക്ക് കൊടുക്കാം, അതെ ഒരു മൈക്ക് കൊടുക്കാം. ഹലോ 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 ജയചന്ദ്രൻ സാറിനോട് ചോദിക്കാനുള്ളത്, ഞങ്ങളെല്ലാം ചെറുപ്പക്കാരായിരിക്കുന്ന ഘട്ടത്തിൽ കേട്ടിരുന്ന പാട്ടുകളാണ് ഇപ്പോഴും ഞങ്ങളെ മുന്നോട്ട് സന്തോഷത്തോടു കൂടി നയിക്കുന്നത്. പുതുതായി വരുന്ന പാട്ടുകളിൽ അതിൻ്റെ മനോഹാരിതയൊന്നും, പഴയകാല പാട്ടിൻ്റെ മനോഹാരിതയൊന്നും നമുക്ക് ദർശിക്കാൻ കഴിയുന്നില്ല. അതിൽ ഈ പിന്നണി സംഗീതത്തിൻ്റെ ശബ്ദബാഹുല്യങ്ങളിൽ പാട്ട് തന്നെ ഉണ്ടോ എന്ന് സംശയം തോന്നുന്നു. ഈ രണ്ട് കാലത്തെപ്പറ്റി സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സർ, ആ ചോദ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങയുടെ കാഴ്ചപ്പാടിനോട് ഞാൻ വിയോജിക്കുന്നു എന്ന് വളരെ സ്നേഹപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ. താങ്കൾ ഇപ്പോഴത്തെ ഈ കാലത്തെ എല്ലാ പാട്ടുകളും താങ്കൾ കേൾക്കാറുണ്ടോ? അതാണ് എനിക്ക് ആദ്യം ചോദിക്കാറുള്ളത്. ഏതെങ്കിലും കുറച്ച് പാട്ടുകൾ മാത്രം കേട്ടിട്ട്
ഇതിങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു രീതിയാണോ എന്ന് ഞാൻ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യല്ല. പക്ഷേ എനിക്ക് ആ ഒരു തോന്നലുണ്ട്. കാരണം ഇക്കാലത്ത് ഇപ്പോൾ ആരാധികേ ബ്യൂട്ടിഫുൾ സോങ്ങാണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും ബ്യൂട്ടിഫുൾ സോങ്. അങ്ങനെ അതൊക്കെ ആ പാട്ട് കേട്ടിട്ടുണ്ടോ? അല്ല, ഞാൻ പാടാൻ കാരണം ഞാൻ കമ്പോസ് ചെയ്ത പാട്ടല്ല അത്. ഞാൻ കമ്പോസ് ചെയ്ത പാട്ടിനെ പറ്റിയൊക്കെ എനിക്ക് അങ്ങയുടെ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അതിനേക്കാളും നല്ല പാട്ടുകളൊക്കെ പണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മ്യൂസിക് കമ്പോസേഴ്സിൽ പലരും പ്രഗത്ഭരാണ്. അവരെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അതാണ് അവർക്കൊരു നല്ലൊരു കൈയടി കൊടുക്കണം, അല്ലേ? അപ്പം മലയാള സിനിമാ സംഗീതം ഈസ് ഇൻ സേഫ് ഹാൻഡ് സർ. എന്നെ കൂട്ടണ്ട, എന്നെ മാറ്റി നിർത്തിക്കോളൂ. അതല്ലാതെ തന്നെ എൻ്റെ പുറകിൽ വരുന്ന അനിയന്മാരുണ്ട്. അവർ എന്നെക്കാൾ ഒരു പടി മുമ്പേ ആയിരിക്കും അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പുതിയ കാലത്തിൻ്റെ കാഴ്ചയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നല്ല പാട്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. പിന്നെ സാറും ഞാനും ഒക്കെ ജനിച്ചു വളർന്ന സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ 70s അല്ലെങ്കിൽ അതിനു മുമ്പ് 60s 70s 80s ഈ കാലഘട്ടമാണ്. നമ്മൾ ആ പാട്ടുകളാണ് അത് കേട്ടാണ് നമ്മൾ വളർന്നത്. അപ്പോൾ അതുമായിട്ട് നമ്മുടെ ബന്ധം വല്ലാണ്ടായിരിക്കും. ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഈ 70s 80s പാട്ട് അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അറിയില്ല. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ മോളോട് ചോദിക്കാം, മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? പറഞ്ഞോ. ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാണ്? മൈക്ക് കൊടുക്കോ. പാടണ്ട, പറഞ്ഞാൽ മതി. ജീവാംശമാണ്. സൂപ്പർ പാട്ടാണ്. അത് സാർ കേട്ടിട്ടുണ്ടോ? കുറച്ചൊക്കെ ഉണ്ട് സാർ. കുറച്ച് കേട്ടാൽ പോരാ, നന്നായിട്ട് കേൾക്കുക. അപ്പോൾ പഴയ പാട്ടുകൾ അങ്ങ് നന്നായിട്ട് കേൾക്കുകയും ഇപ്പോഴത്തെ പാട്ട് കുറച്ച് കേട്ടിട്ട് രണ്ടും കമ്പയർ ചെയ്യരുതെന്നുള്ള അഭിപ്രായമാണ്. പക്ഷേ ഞാൻ ഒരു കാര്യത്തിൽ അങ്ങയോട് യോജിക്കാൻ ഒരു കാര്യമുണ്ട്. അതായത് കാലത്തിൻ്റെ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇടുന്ന വേഷങ്ങൾ പോലും നമ്മൾ 70s 80s ഇട്ടിരുന്ന വേഷങ്ങളല്ല നമ്മളിപ്പോൾ കൂടുതലും മലയാളികൾ പോലും ധരിക്കുന്നത്. നമ്മുടെ പഴയ കാഴ്ചപ്പാടുകളല്ല. പഴയതെന്ന് ഞാൻ പറയുന്നില്ല, ഒരു കാലഘട്ടത്തിൻ്റെ കാഴ്ചപ്പാടുകളല്ല നമുക്ക് ഇന്നുള്ളത്. അപ്പോൾ ആ കാഴ്ചപ്പാടുകൾ തീർച്ചയായിട്ടും സംഗീതത്തിൻ്റെ കോമ്പോസിഷനിലും സിനിമയ്ക്ക് വേണ്ടിയിട്ടാണോ പാട്ടിന് വേണ്ടിയിട്ടാണോ സിനിമ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ സിനിമ എന്ന് പറയുന്നത് സിനിമയുടെ ഗ്രാമറെ മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇപ്പോൾ നസീർ സാറിനാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് സിത്താർ എടുത്ത് വെച്ച് താമസമെന്തേ എന്ന് പാടാം. പക്ഷെ അങ്ങനെ ഒരു സോങ് സിറ്റുവേഷൻ നമുക്ക് ഇന്നത്തെ കോണ്ടംപററി സിനിമയിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള പാട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഈ രീതിയിലാണ്. അത് ഞാൻ വളരെ ആദരത്തോടു കൂടിയാണ് അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിനോട്. നമ്മുടെ അടുത്ത സുഹൃത്താണ് EP കുഞ്ഞബ്ദുള്ള. താങ്ക് യു സാർ. എന്നാലും ആ ചോദ്യം വളരെ പ്രസക്തം. അതിലൊരു കാര്യം എന്ന് വെച്ചാൽ ജീവിതം മാറുന്നു എന്നുള്ളൊരു വിഷയം ഉണ്ടല്ലോ. ജീവിതത്തിൻ്റെ പഴയ നായർ തറവാടിനുള്ളിൽ MT വാസുദേവൻ നായരുടെ മുറപ്പണ്ണിലൊക്കെയുള്ള ജീവിതം അല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ കരയുന്നോ പുഴ ചിരിക്കുന്നോ എന്നൊക്കെ അന്ന് പാടാം. ഇന്ന് കരയുന്നോ പുഴ ചിരിക്കുന്നോ എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്കിവിടെ ഉണ്ടാവില്ല. അല്ല, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇന്ന് പ്രണയിക്കുന്ന ആരാണ് പ്രാണസഖി എന്ന് പറയുന്നത്? എൻ്റെ ഒരു സംശയം. നമ്മൾ കാണുമ്പോൾ പ്രാണസഖി ഐ ലവ് യു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? എനിക്കറിഞ്ഞൂടാ അങ്ങനെ ആരെങ്കിലും. കാമിനി എന്നൊരു പാട്ട്, ചക്രവർത്തിനി എന്നൊരു പാട്ട് തുടങ്ങുന്നുണ്ട്. ആരെങ്കിലും ചക്രവർത്തിനി ഐ ലവ് യു എന്ന് പറയുന്നുണ്ടോ? എനിക്കറിഞ്ഞൂടാ. കാലം മാറിയിട്ടുണ്ട്. അപ്പം ഈവൻ ആരാധികയെ പോലും അതുപോലും ഒരു പോയറ്റിക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ എൻ്റെ മക്കളൊക്കെ പ്രണയിക്കുന്ന രീതികളൊക്കെ എൻ്റെ രീതിയിൽ തന്നെ ആയിരിക്കണമെന്നും അന്നത്തെ പ്രണയമാണ് ഇന്നത്തെ പ്രണയത്തെക്കാളും നല്ലതെന്നും ഞാൻ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. പ്രണയം എപ്പോഴും പ്രണയം തന്നെ, സംഗീതം എപ്പോഴും സംഗീതം തന്നെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാമെന്നൊന്നും ഇപ്പം ആരും പാട്ടുണ്ടാക്കൂല, പോകാൻ പറയും അല്ലേ? അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നു നമ്മളെ സംഘാടകരിങ്ങനെ കണ്ണുരുട്ടുന്നുണ്ട്. സമയം. അപ്പോൾ നമുക്കിവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറേ ചോദ്യങ്ങൾ വരേണ്ടതായിരുന്നു. ചോദിക്കുന്ന വയസ്സന്മാർ തന്നെയാണ്, ചെറുപ്പക്കാരും ചോദിക്കുന്നില്ല.
സർ, 2 ചോദ്യം ചോദിച്ചോട്ടെ. ഒന്ന്, പണ്ട് കാലത്ത് മലയാള സിനിമകളിൽ ഗാനം എഴുതിയതിന് ശേഷമാണ് സംഗീതം ചിട്ടപ്പെടുത്തുക. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സംഗീതത്തിനനുസരിച്ച് ഗാനങ്ങൾ എഴുതുന്നൊരു പ്രവണതയാണുള്ളതെന്ന്. അതിൽ അങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം എന്താണ്? രണ്ടാമത്തെ ചോദ്യം, ഒരു സംഗീതം സംവിധായകൻ്റെ അനുഭവക്കുറിപ്പിൽ നിന്ന് എടുത്താണ്. ബോംബെ രവി എന്ന സംഗീത സംവിധായകൻ ഒറ്റക്കമ്പി നാദം മാത്രം മൂളുന്നുള്ള പാട്ട്, ഈ രവീന്ദ്രൻ ആ പാട്ട് ചിട്ടപ്പെടുത്താൻ വേണ്ടി, ആ ഗാനം വരാൻ വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ച്. അപ്പോൾ ഒരു ടെറസിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൊതുക് വന്ന് ഇദ്ദേഹത്തെ കടിക്കുകയും ആ കൊതുകിൻ്റെ സംഗീതത്തിൽ നിന്ന് ആ പാട്ട് രൂപം കൊണ്ടുവന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ സംഗീതത്തിൽ ഇങ്ങനെ സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഇപ്പോൾ ഇവർ സമയമായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറയണമെങ്കിൽ കുറച്ച് സമയം വേണം. ഇതിൽ അങ്ങ് പറഞ്ഞതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് രവീന്ദ്രൻ മാസ്റ്ററിൻ്റെ കാര്യമല്ല അത് എഴുതിയ ബിച്ചു തിരുമല സാർ എങ്ങനെ ഈ പാട്ട് എഴുതി എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം എഴുതിക്കൊണ്ട് ബോംബെ രവി സാറല്ല, രവീന്ദ്രൻ മാസ്റ്ററാണ് അത് അദ്ദേഹം കറക്റ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ബിച്ചു സാർ ഇങ്ങനെ ഒരു റൂമിൽ ഇങ്ങനെ എഴുതാനായിട്ട് ഇരിക്കുമ്പോൾ അവിടെ കറണ്ട് പോകുന്ന സമയത്ത് ഒരു കൊതുക് ഇങ്ങനെ വന്നിട്ട് മൂളിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഉടനെ ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണ ഗാനം എന്ന് അദ്ദേഹം എഴുതി എന്ന് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഞാനും കേട്ടിട്ടുണ്ട്. നേരിട്ടും എന്നോട് ആ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പല അനുഭവങ്ങളും തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പറയണമെങ്കിൽ ഒരുപാട് സമയമാവും സർ. അതുകൊണ്ട് ഞാൻ അതിന് സമയമെടുക്കുന്നില്ല. പിന്നെ ഈ ഈണമിട്ടിട്ട് സംഗീതം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞത് പുതുതായിട്ട് വന്നതല്ല, അങ്ങേക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ സലിൽ ചൗധരി സാർ മലയാളത്തിൽ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ഏത് ലാംഗ്വേജിൽ ചെയ്തിട്ടുള്ള പാട്ടുകളും ഈണമിട്ടിട്ട് വരികൾ എഴുതിയവയാണ്. ഒരു മുഖം മാത്രം കണ്ണിൽ നമ്മൾ കാണുമ്പോൾ എല്ലാം ഈണമിട്ടിട്ട് ചെയ്താണ്. അതേസമയം ബോംബെ രവി സാറ് മലയാളി അല്ലെങ്കിൽ പോലും അദ്ദേഹം വന്നിട്ട് അദ്ദേഹം എപ്പോഴും ഗാനരചനയ്ക്കാണ് അദ്ദേഹം ഈണം നൽകിയിട്ടുള്ളത്. അതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ പറയാനുണ്ട്. ഇവിടെ വെച്ച് നിർത്തുന്നു സാർ. എന്നാലും ചോദ്യത്തിന് വളരെ നന്ദി. ഹലോ, നമസ്കാരം. അവസാനമായ ഒറ്റ റിക്വസ്റ്റ്, ഒരു ചോദ്യമുണ്ട്. അവസാനമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇനി ഇവിടെ തന്നെ എണീറ്റ് പോകാന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. സോറി, ക്ഷമിക്കണം. ഞാൻ പറയുന്നത്, മുരളിയേട്ടൻ മലയാളത്തിലെ തന്നെ ഈ മലബാറിൽ തന്നെ ഏറ്റവും അതിമനോഹരമായി പാടുന്ന ഏറ്റവും നല്ലൊരു ഗായകനാണ്. അല്ല, ഞാൻ പറയുന്ന ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ പാട്ടുകാരിലെ എഴുത്തുകാരിലെ പാട്ടുകാരൻ, ഈ രണ്ടും സമ്മേളിച്ച ഒരു നല്ല ഒന്നാന്തരം എഴുത്തുകാരനും ഗായകനുമാണ് മുരളിയേട്ടൻ. മുരളിയേട്ടൻ അനവധി പുസ്തകങ്ങൾ, രാഗമലയാളം, ഒരുപാട് ഇപ്പോൾ അടുത്ത എഴുതിയ പുസ്തകങ്ങളൊക്കെ, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതാരും നമ്മളെ സുഹൃത്തുക്കൾ ആരും തന്നെ അറിയുമെന്ന് പോലും അറിയില്ല. പാട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെ എഴുതുന്ന ഒരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉത്തരവുള്ളൂ, അത് VT മുരളി ഫ്രം വടകര. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒരു കാര്യം കൂടെ വിട്ടുപോയി. മികച്ച പാട്ടുകാരനും മികച്ച എഴുത്തുകാരനുമാണ്. അതിനേക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ചേട്ടൻ നല്ലൊരു മനുഷ്യനാണ്. അതും കൂടെ പറയണം. തീർച്ചയായിട്ടും എനിക്കറിയാം സാർ. സാർ പറഞ്ഞത് 100% ശരി. അതുകൊണ്ട് ഞാനൊരു റിക്വസ്റ്റ് ചെയ്യാണ്. ഇപ്പം ത്രിമൂർത്തിമാരി മണ്ണിന് നൽകിയ എന്ന് പറയുന്നത് MS ബാബുരാജിൻ്റെ പാട്ട് അവസാനമായി പാടിയ ഒരു മഹാനാണ് മുരളിയേട്ടൻ. അതാണ് അന്ന് നമ്മളെ അദ്ദേഹം മരിച്ച അവസരത്തിൽ നമ്മളെ ARൽ പാടിയ പാട്ട് അതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, രാഘവൻ മാഷ്, ദേവരാജ മാഷ്, അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാർ, ONV കുറുപ്പ്, ഇവരൊക്കെ കവിതകളൊക്കെ പാടിയ ഒരു M ജയചന്ദ്രൻ സാർ ഒരു ഗാനമെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും. കാരണം അത് അത്രയും മനോഹരമായ പാട്ടുകളാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്, മറക്കാനാവാത്ത. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൈ ഹംബ്ലി റിക്വസ്റ്റ്. കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരു മഹാനായ ഒരു ഗായകനെ ഞാൻ നിർത്തുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് മുരളിച്ചേട്ടന് പാട്ട് വേണമെന്ന് ഇന്ന് വരെ ഒരു സംഗീത സംവിധായകനോട് ചോദിച്ചിട്ടില്ല. മുരളിച്ചേട്ടന് വേണ്ടി സംസാരിക്കാനായിട്ട് ഒരു സഹോദരൻ ഇവിടെ എണീറ്റ് നിന്നല്ലോ എന്നുള്ളതിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് ചേട്ടനും അനിയനും തമ്മിലുള്ള കാര്യമല്ലേ. നമ്മൾ അടുത്തിടെ തന്നെ നമ്മളൊരു പാട്ട് കാച്ചും, സംശയമില്ല കേട്ടോ.
ഓക്കെ സർ താങ്ക് യു. സർ, സമയപരിമിതി മൂലം നാം ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിർത്തി രാജേന്ദ്ര നിർത്തി. ഞങ്ങൾ നിർത്തി. താങ്ക് യു സോ മച്ച്. നമസ്തേ. താങ്ക് യു.